അതുകൊണ്ട് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ സാഞ്ചിയുടെ നിലവിളി അത് കേട്ട് ഇപ്പൊ റോബിൻ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവിടേക്ക് എത്തിയ റോബിനാണെങ്കിൽ അവളുടെ കൈ നീട്ടി ഇപ്പൊ ആ വില്ലത്തിയുടെ മുഖത്ത് ആഞ്ഞൊരു അടി. ആ അടിയിൽ അവളാണെങ്കിൽ തെറിച്ചു പോയി അടിച്ചു വീഴും. ചോര തുളുമ്പി അവൾ അങ്ങനെ റോബിനെ നോക്കുകയാണ്. റോബിനാണ് മാസമായിട്ട് എൻട്രി ഒക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ ദേഹത്ത് കൈവെക്കും. അതിനാ വില്ലത്തി പറയും, നീ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഇവിടേക്ക് എത്തി, അതും ഇത്ര പെട്ടെന്ന്. എൻ്റെ മുഖത്ത് കൈവച്ചവരെ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അതിന് റോബിനാണെങ്കിൽ ശരിക്കും എനിക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് വരാൻ കഴിയും. പിന്നെ നിന്റെ മുഖത്തെന്നല്ല, എന്നെ മൊത്തത്തിൽ കൈവച്ച് ഇല്ലാതാക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ ഫ്രണ്ട്സുകളെ ആരെങ്കിലും നീ തൊട്ടാ ഞങ്ങൾ ലൂഫിയാൻ ടീം ആരാണെന്ന് നീ അറിയും. ഈവിൾ ടീമിന്റെ കൂടെ ഒരുപാട് കാലം ലൈഫ് സ്പെൻഡ് ചെയ്തതാണ് ഞാൻ. എനിക്ക് എന്നെപ്പോലുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് പറയും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ റോബിനെ കണ്ട് പൊട്ടിക്കരയും. എന്റെ വിളി കേട്ട് എന്നെ രക്ഷിക്കാൻ ഇവിടം വരെ വന്നല്ലോ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞൊട്ടിയിടയിൽ ബ്രൂക്ക് അവിടേക്ക് വരും. ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ വെബ് എല്ലാം തന്നെ മെൽറ്റ് ചെയ്ത് കളയാണ്. അപ്പൊ അവൻ കാണും ഒരുപാട് ഫേസ് ഉള്ള ലേഡീസിനെ. അവരെ കാണേണ്ട താമസം ഭൂതെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ആ ലേഡീസിനാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, സത്യത്തിൽ നീയാണ് ഭൂതം, നിന്നെ കണ്ട് പൊട്ടിത്തെറിക്കേണ്ടതും ഒച്ച വെക്കേണ്ടതും ഞങ്ങളാണെന്ന് പറയും. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ പതിയെ താഴേക്ക് ഇറങ്ങും. എനിക്കിനി ഒട്ടും സമയം ബാക്കിയില്ല, എത്രയും വേഗം കിന്നിനെ ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സാഞ്ചിയാണെങ്കിൽ ഇപ്പോൾ അതിവേഗത്തിൽ പുറത്തേക്ക് ഓടുകയാണ്. ഇതിനാ വില്ലത്തിയാണെങ്കിൽ ഇപ്പോ സാഞ്ചിയെ വിളിക്കും. സാഞ്ചി, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിട്ട് ഇവിടുന്ന് കടന്നു പോകും. നീ എന്റെ പെറ്റാണ്, ഒരു കാരണവശാലും നീ ഇവിടം വിട്ട് പോകാൻ പാടില്ല. അത്ത് കേട്ട റോബിനാണെങ്കിൽ ഇപ്പൊ അവളുടെ ദേഷ്യം അതങ്ങനെ പീക്ക് ലെവലിലേക്ക് വരികയാണ്. അവളുടെ മോൺസ്റ്റർ ഫേസ് അങ്ങനെ പുറത്തേക്ക് വന്ന് അവൾ ആ വില്ലത്തിയെ നോക്കി ചിരിക്കും. ഇനി നീ ശബ്ദിക്കില്ല, ഇത് നിന്റെ ലാസ്റ്റ് വേർഡിങ്സ് ആണെന്ന് പറയും. അത് കേട്ട് വില്ലത്തിക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. റോബിനാണെങ്കിൽ സാഞ്ചിയോട് പറയും, താങ്ക് യു, ഞാൻ ആഗ്രഹിച്ച സമയത്ത് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ നീ എന്നെ വിളിച്ചു വരുത്തിയെന്ന് പറയും. അത് കേട്ട് ഇവിടെ സാഞ്ചിക്കും ഭയങ്കര സന്തോഷം. അവൻ ചിരിച്ച് മുൻപോട്ടേക്ക് ചാടി ഓടുമ്പോഴായിരിക്കും അവൻ കാല് തട്ടി അങ്ങനെ അടിച്ചു വീഴുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കൈഡോയുടെ മകളും മൊമന്റോസ്കിയും ഉണ്ടപ്പെണ്ണുമുള്ള ആ ഒരു ബേസ് കാണിക്കും. അവിടുന്ന് ദൂരത്തായിട്ട് ഒരു ചെറിയ എലി, സർവൈലൻസ് മെക്കാനിക്കൽ എലിയാണ്. കൈഡോയുടെ ഒരു റോബോട്ടിക് സോൾജിയർ. അതാണെങ്കിൽ ഇപ്പൊ അവരോട് ഒളിഞ്ഞിരിക്കുന്ന കാര്യം ആ ഭാഗത്തുള്ള വില്ലന്മാരെ അറിയിക്കും. കൈഡോയുടെ മകളാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്ത് അടിച്ച് താഴെയിടും. അതിനുശേഷം അവരോട് പറയും, ഇത് ഓൾറെഡി ഈ ലൊക്കേഷൻ കണ്ടെത്തി എല്ലായിടത്തേക്കും ആ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. സോ എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് മാറണം. ആ വില്ലന്മാർ ഇവിടേക്ക് വന്നാൽ അത് വലിയ അപകടമാണ്. അവളത് പറയേണ്ട താമസം ഇപ്പൊ സോൾജിയേഴ്സ് അവരുടെ ആ ഡോറിന് മുൻപിലേക്ക് വരികയാണ്. അവർക്കാണെങ്കിൽ ആദ്യം ആ ഒരു വലിയ റൂം കാണുമ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ തോന്നും. അകത്ത് ആരും ഉള്ളതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. പക്ഷെ അവർ പിന്മാറാതെ ഇപ്പൊ ആ ഡോറ് അത് തല്ലി പൊളിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ കൈഡോയുടെ മകള് അവൾ മൊമന്റോസ്കിയെ ഡ്രസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് ഉണ്ടപ്പെണ്ണുമായിട്ട് ആ കഥക് ചവിട്ടി തെറിപ്പിച്ച് അങ്ങനെ പുറത്തേക്ക് ചാടി വരികയാണ്. കട്ട് ചെയ്താ ഇവിടെ ക്യാരറ്റ് ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ വാണ്ടയെ നോക്കുകയാണ്. വാണ്ടയ്ക്കാണെങ്കിൽ ഇപ്പൊ അനക്കമില്ല. അതിന് പരസ്പരം പറയും, നീ ഓവറായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളാണ് വെറുതെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ എനിക്കത് എൻഡ് ചെയ്യിപ്പിക്കാതെ വേറെ നിവർത്തിയില്ല. പെട്രോ ഒരു യൂസ്ലെസ് ആണ്, അവന്റെ മണ്ടത്തരം കൊണ്ടാണ് അവന്റെ കാറ്റ് പോയെന്ന് പറഞ്ഞ് അവൻ വീണ്ടും പെട്രോയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും. അവൻ പെട്രോയെ ഇൻസൾട്ട് ചെയ്യുന്തോറും എന്റെ ദേഷ്യവും വാശിയും ഒക്കെ അങ്ങനെ 10 മടങ്ങായിട്ട് മാറാൻ തുടങ്ങും. അടുത്ത നിമിഷം ക്യാരറ്റ് അവള് ചാടി വന്ന് അവൻ ആഞ്ഞടിക്കുകയാണ്. അവനാണെങ്കിൽ ക്യാൻഡ് വെച്ച് ഒരു ഷീൽഡ് ഉണ്ടാക്കി അവളുടെ അറ്റാക്ക് തടയും. അവളുടെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അടിയിൽ ആ ഒരു ഷീൽഡ് അത് തകരുകയാണ്. അതിനുശേഷം അവൻ മുഴുവനായിട്ടും ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് അവൻ അതിൽ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. ക്യാരറ്റ് ഇപ്പൊ സുലോങ് ആണ്, അതുകൊണ്ട് തന്നെ അവളുടെ വമ്പം പവറിൽ അവൾ അതും അടിച്ച് തകർക്കുകയാണ്. പരസ്പരമാണെങ്കിൽ ഒരു സെക്കൻഡ് ഞെട്ടി നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പില് ഇപ്പോ സുലോങ് പവർ അത് നഷ്ടപ്പെട്ട് അവൾ നോർമലായി മാറും. അവൾക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. അവൾ ആ മൂണിനെ നോക്കും. മൂണിനെ അവിടെ അങ്ങനെ മറച്ചിരിക്കുകയാണ്. മൂണുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സുലോങ്ങായി മാറാൻ കഴിയൂ. ഇവിടെ പരസ്പരയ്ക്കാണെങ്കിൽ അത് കണ്ട് വമ്പ സന്തോഷം. അങ്ങനെ കട്ട് ചെയ്ത ഉണ്ടപ്പെണ്ണും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടയിടി ബഹളം. ചുറ്റുമുണ്ടായിരുന്ന സോൾജിയേഴ്സിനെ എല്ലാം അവരങ്ങനെ അട്ടിച്ച് തെറിപ്പിക്കും. നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിലെ ചില സോൾജിയേഴ്സ് ഇപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അതനുസരിച്ച് ഒരുപാട് വില്ലന്മാര് ഇരച്ചെത്തും. അവർക്കാണെങ്കിൽ മൊമന്റോസ്കിയെ മാത്രം കാണാൻ കഴിയില്ല. ഉണ്ടപ്പെണ്ണും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും മാത്രമാണ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണേ. വില്ലന്മാരിൽ ചിലരാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഗ്യാപ്പിൽ ആ റൂമിലും അവിടെയുള്ള എല്ലാ ഭാഗത്തും അരിച്ചു പെറുക്കുകയാണ്. മൊമന്റോസ്കി കാണാനില്ല. മൊമന്റോസ്കി ആണെങ്കിൽ അവരുടെ മകളുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ അങ്ങനെ സേഫ് ആയിട്ടിരിക്കുകയാണ്. ആക്ച്വലി അവനത് നല്ല ഡിസ്കംഫർട്ട് ആണ്. പക്ഷെ അവൻ സേഫ് ആയതുകൊണ്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും. മൊമന്റോസ്കി സേഫ് ആയതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടപ്പെണ്ണാണെങ്കിൽ ഇപ്പോ കൈഡോയുടെ മകളോട് പറയും, വില്ലന്മാര് നോൺ സ്റ്റോപ്പ് ആയി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
സോ നമുക്കിപ്പോൾ ആവശ്യം ഒരു ഹൈഡ് ഔട്ട് ആണ്. ഇവരുടെ കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും നമ്മൾ ഒളിക്കണം. നമ്മളെ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരുപാട് പേര് ഇവിടേക്ക് വന്ന് നമ്മളുമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ പവർ അത് വെറുതെ വേസ്റ്റ് ആവും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ സാഞ്ചയെ കാണിക്കും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ പെൺപടയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മൊമന്റോസ്കി ഇവരുടെ മകളും ഉണ്ടപ്പെണ്ണുള്ള സ്ഥലത്തെക്കുറിച്ച് ബ്രോഡ്കാസ്റ്റിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവൻ ശ്രദ്ധിക്കുക. അവനാണെങ്കിൽ എത്രയും വേഗം അവരെ സേവ് ചെയ്യണമെന്ന് തോന്നും. ആണെങ്കിൽ ചുറ്റും നോക്കും. താഴെ ഒരു വില്ലൻ അടികിട്ടി വീണ് കിടക്കുകയാണ്. അവനെ തൂക്കിയെടുത്ത് മുഖത്താഞ്ഞടിക്കും. സത്യം പറയും, ആ കിച്ചൺ റൂം അതെവിടെയാ? വില്ലനാണെങ്കിൽ അവിടേക്ക് പോകേണ്ടവേ അത് കാണിച്ചു കൊടുക്കും. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇപ്പൊ കൈഡോയുടെ അടുത്തേക്ക് പോയി കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്യണോ അതോ മൊമന്റോസ്കിയെ സേവ് ചെയ്യണോ? അല്ലെങ്കിൽ ഒരുപാട് നേരം കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് ഏതോ ഒരു സൈഡ് ലക്ഷ്യമാക്കി അങ്ങനെ ഉഷാറായിട്ട് ഓടും. ഇപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഒരു ഐലാൻഡ് കാണിക്കുകയാണ്. അതങ്ങനെ പതിയെ മൂവ് ചെയ്ത് ഫ്ലവർ ക്യാപിറ്റൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ആണെങ്കിൽ ആ സുലോങ് പവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫുൾ മൂൺ അത് ക്ലൗഡുകളാൽ മൂടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൾക്ക് പവർ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. പരസ്പരമാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അത് കറക്റ്റായിട്ട് മുതലെടുത്ത് അവൾ അറഞ്ച പുറഞ്ഞ തല്ലുകയാണ്. നിന്റെ ക്യാപ്റ്റൻ പെട്രോ അവൻ മരിക്കാനിടയായത് അവന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. അവൻ എന്നെ നശിപ്പിക്കാനായി സ്വന്തമായിട്ട് ഇല്ലാതായി. അവന്റെ വിധിയാണ്. സോ അതിൽ നീ എന്നോട് പകരം വീട്ടണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഏതായാലും നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ വീണ്ടും തല്ലും. പരസ്പരമാണെങ്കിൽ അവളെ തല്ലി താഴെയിട്ട് എന്ന കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് ആലോചിക്കുകയാണ്. പരസ്പരയ്ക്കാണെങ്കിൽ ബിഗ് മോമും കൈഡോയും അവർ അലയൻസ് ചേർന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ബിഗ് മോം ആണെങ്കിൽ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇപ്പൊ അവനും അത് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ കൈഡോയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ പുതിയ ട്രാൻസ്ഫർമേഷൻ ഒക്കെ നടത്തി അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ദൂരേക്ക് മാറി നിൽക്കും. കാരണം അവൾക്ക് അറിയാം കൈഡോയ്ക്ക് ഇടയ്ക്ക് കയറി ഫൈറ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. ഇത് അവന്റെ ടേണാണെന്ന് മനസ്സിലാക്കി അവളുടെ മനസ്സിനെ നിയന്ത്രിച്ച് അങ്ങനെ ദൂരേക്ക് മാറി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇവിടെ കൈഡോയും ബിഗ് മോമും അവർ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് മുൻപോട്ടേക്ക് കടന്നു വരും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിക്കുകയാണ്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അതിൽ പതറാതെ അവരെ തിരികെയും വെല്ലുവിളിക്കും. അപ്പോഴായിരിക്കും അവർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് കില്ലർ അവനവന്റെ ഫുൾ ഫോഴ്സിൽ സ്ക്വാഡുകൾ അങ്ങനെ കറക്കി കൈഡോയെ ആഞ്ഞു വെട്ടുക. പക്ഷെ കൈഡോയുടെ ബോഡിയിൽ യാതൊന്നും സംഭവിക്കില്ല. അവന്റെ സ്കിന്ന് അത് അത്രയ്ക്ക് കട്ടിയാണ്. കൈഡോ ആണെങ്കിൽ നല്ല സ്ട്രോങ്ങിൽ കൈ ഉയർത്തി ഇപ്പൊ കില്ലറിനെ അട്ടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് കളയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഗിഫ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പൊ വഴി അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ജാക്കിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അക്കസായൻ ആൻഡ് മെമ്പേഴ്സ് അവരിപ്പോഴും ആ ട്രഷർ റൂമിലാണുള്ളത്. അവരെ കൊല്ലാനാണ് അവരങ്ങനെ വെറു കയറി നിൽക്കുന്നത്. ജാക്ക് ആണെങ്കിൽ അവരെ ഇടിച്ചു തെറിപ്പിച്ച് അവരെ തകർക്കാനായി മുൻപോട്ടേക്ക് കുതിച്ചു പായും. അതേസമയം ഇവിടെ വില്ലത്തി ബ്ലാക്ക് മരിയ അവള് ഡ്രസ്സൊക്കെ അഴിച്ച് ഇപ്പൊ കൂടുതൽ സ്ട്രോങ് ആയി റോബിന് നേരെ നിൽക്കും. ആണെങ്കിൽ നിക്കോ റോബിനെ നോക്കി മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് കൈഡോയുടെ അടുത്തേക്ക് വരുന്നതാണ് നിനക്ക് നല്ലത്. റോബിൻ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചിരിച്ച് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.